ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു കപ്പയും ബീഫും ആയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബീഫ് കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ഞാൻ നേരാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് കപ്പയ്ക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് കറിയും വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് മുഴുവൻ നേരാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിനുള്ള കപ്പ എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ആക്കാം. അതിനുശേഷം അതിലേക്ക് സവോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, പിന്നെ നമ്മുടെ സാധാ മസാലകളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എൻ്റെ ഉലർത്ത മസാലയുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനിതിൽ ഇടുന്നുണ്ട്. അപ്പം ഞാനെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കറിക്ക് എങ്ങനെയാണോ വെക്കാറ് അതുപോലെ തന്നെയാണ് കപ്പയ്ക്കാണെങ്കിലും ബീഫ് റെഡിയാക്കാറ്. അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ്. സാധാരണ നമ്മളിടുന്ന എല്ലാ മസാലകളും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് നല്ല യോജിപ്പിച്ച് ഇറച്ചിയിലേക്ക് നമ്മൾ ഈ മസാലകൾക്ക് നല്ല പിടിപ്പിച്ചെടുത്ത് കുക്കർ നമുക്കിതിനെ അടുപ്പത്ത് വെക്കാം. ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടി തേരിൽ കൊണ്ടിടം കണ്ണ് കുടിച്ചവനേ പഞ്ചാര പാലട പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോൾ ഒഴുകിടാതെ വലം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരക്കുന്ന മനപായസം വാണ്ടൻ മാവിന്റെ കുളിരേ വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കപ്പ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചല്ലേ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമായ 2 കപ്പ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതാക്കി മുറിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അധികം സമയം എടുക്കത്തില്ല. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്നുകൂടെ ഒരു 2 പ്രാവശ്യം കഴുകി എടുക്കും. അപ്പോൾ എന്തെങ്കിലും കപ്പയൊക്കെ ആകുമ്പോൾ എന്താണ് ഒരു മണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 പ്രാവശ്യം കൂടെ കഴുകിയിട്ട് അത് ഒരു കുക്കറിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് മതി, അത്യാവശ്യം കളറ് വരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 3 വിസിലിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വെന്ത് കിട്ടേണ്ട പരുവം ആവണമല്ലോ, അതുകൊണ്ട് ഞാനൊരു 3 വിസിലുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പയാണെങ്കിലും അത്യാവശ്യം നല്ല കപ്പയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പുറത്ത് കപ്പയും റെഡി ആവുന്നുണ്ട്, അപ്പുറത്ത് ബീഫും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ കപ്പയൊന്ന് ഉടച്ച് നോക്കുമ്പോൾ അത്യാവശ്യത്തിന് പാകത്തിനായിട്ടുണ്ട്. ബീഫും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ ഞാൻ ചീനച്ചട്ടി ചൂടായി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് അത് താളിച്ചെടുക്കുന്നതും. അപ്പോൾ അത് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും വേറെ ഒന്നും ഇടുന്നില്ല, കുറച്ച് കറിവേപ്പില മാത്രമേ ഇടത്തുള്ളൂ. കറിവേപ്പില ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് അതിലോട്ട് ഫുൾ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഉടച്ച് വെച്ചതായ കപ്പയും അതിലേക്ക് ഇടുക. ഇനി ഇത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ആ ഒരു മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കണ്ടില്ലേ, ഇങ്ങനെ മൊത്തം രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിലയിടത്ത് കപ്പയും ബീഫ് എന്ന് പറയും, ചിലയിടത്ത് കപ്പ ബിരിയാണി എന്ന് പറയും. എന്താണ് ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. കുറച്ച് സവാളയും കൂടി ഇട്ട് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്.